കണ്ട 3 മണിയായപ്പോൾ തൊട്ട് അച്ചാറിൻ്റെ പണികളിലായിരുന്നു. ഇതിന് ഇച്ചിരി ചാറൊക്കെ കുറവുണ്ട് കേട്ടോ. ഇത് മിച്ചം വന്നത്. അപ്പം ഗ്രേവിയും എണ്ണയൊക്കെ ഇതിനകത്ത് നല്ല മീൻ കഷ്ണങ്ങൾ മൂടിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അത് ബാക്കി വന്നത്. അപ്പോൾ ഇത്ര നേരം അച്ചാർ ഇട്ട് വെച്ചിട്ട് പോയി കുളിച്ചു പെറുക്കി വന്നു. അച്ചാർ തണുത്തിട്ടുണ്ട്. അത് പാത്രത്തിലാക്കി സീൽ ചെയ്തു അടച്ചു. ഇതാ ഇനി എന്നെ ചെയ്താലും പോകില്ല. ഉണ്ടോ? ഇത് 250 ഗ്രാം, ഇത് 500. ഇത് ഓലക്കൊടി മീനാണ് കേട്ടോ. ഓലക്കൊടി മീൻ അച്ചാറിട്ടാൽ ബാക്കി ഒഴുകാമത്തി കേര പോലെ കുറയില്ല. ഇതുണ്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടി. വെയിറ്റ് കൂടുതൽ കിട്ടിയില്ല. അതാണ് ഓലക്കൊടി. ആദ്യമായിട്ട് ഞാൻ ഓലക്കൊടി അച്ചാറിടുന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഓലപ്പൊടി അച്ചാറിട്ടാൽ മറ്റുള്ള അച്ചാർ പോലെ മീൻ വറക്കുമ്പം കുറയില്ല. കുറച്ചും കൂടെ നമുക്ക് അളവ് കൂടുതൽ കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ ഇതിട്ട് എങ്ങനെയാണെന്ന് കാണണ്ടേ? അതാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് ഉപ്പ് കല്ലിട്ടു. ഇനി നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കാം. ഒരു തടത്തിന് ഒത്തിരി ഒഴിച്ചാലും കൊള്ളി വരുന്ന പറഞ്ഞു. എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഇതിവിടെ കിടക്കും. അപ്പോൾ അതൊരു കഞ്ഞിവെള്ളം പോലെയായി. ഇനി നമുക്കിത് ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്ത് വെള്ളം വാലാൻ വയ്ക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടു. അതുപോലെ ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ടു. ഉപ്പും ഇടണം. ഇനി ഉപ്പ് നമുക്ക് ഒരു 3 ടീസ്പൂൺ അതാണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിരുമ്മി ഒരു 10-15 മിനിറ്റ് നേരം വയ്ക്കാം. നമ്മുടെ മീന് തിരുമ്മി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റായി. ഇനി നമുക്ക് വറക്കാം. ഞാൻ വറക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയ്ക്കകത്താണ് വറക്കുന്നത്. ഇത് 1/2 ലിറ്റർ അതിൻ്റെ പകുതി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ ഇട്ട് വറുത്ത് കൊടുക്കാം. വറുത്തെടുക്കാം. വറുത്ത് കോരാനായിട്ട് ഞാനൊരു പാത്രം വെള്ളമൊക്കെ ഉടച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വറുത്ത് കോരിയിടാം. ഒരു 3 പ്രാവശ്യമായിട്ട് വറുക്കാൻ പറ്റുമായിരിക്കില്ല. നമുക്ക് കുറേശ്ശെ വറുത്ത് വരാം. ആദ്യം നമുക്ക് എണ്ണയൊന്ന് ചൂടായോ എന്ന് നോക്കാമല്ലേ? എണ്ണ ചൂടായിട്ടുണ്ട്. ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അല്പം തീ അങ്ങ് കുറച്ച് വെച്ചിട്ട് കോരിയെടുക്കാം. ഒന്ന് 2 കഷ്ണങ്ങളൊക്കെ വലുത്. അത് വേണം ഇച്ചിരി നേരം കൂടെ അവിടെ കിടന്നോട്ടെ. അതിന് ഇച്ചിരി ചുവപ്പ് നിറം കുറവുണ്ട്. മീൻ നമ്മളിവിടെ മൊത്തം വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത്ര എണ്ണയുണ്ട്. ഈ എണ്ണ അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് വേണം നമുക്ക് കരടില്ലാതെ അതിനകത്ത് കടുക് പൊട്ടിച്ച് ഉലുവായും ഇതൊക്കെ മൂപ്പിക്കാം. നമുക്ക് ഇത് മാറ്റിയിട്ട് ഈ ചട്ടിക്കകത്ത് വേണം ഇത് യോജിപ്പിക്കാൻ. ഇത് മൊത്തം യോജിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ച എണ്ണ
ഒരല്പം എണ്ണയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം കടുകുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ബാക്കി വേണ്ട സാധനങ്ങളെല്ലാം കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഉലുവ, കായപ്പൊടി അരിച്ചൊഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ അല്പം നല്ലെണ്ണ കൂടെ ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് കടുക് 1 ടേബിൾ സ്പൂൺ മിച്ചം നന്നായിട്ട് കടുക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവ, ഇനി വെളുത്തുള്ളി, ഇഞ്ചി അത് രണ്ടും നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില നന്നായിട്ട് ഉണങ്ങി വരണം. അതുകൊണ്ട് അത് ആദ്യം തന്നെ ഇടുക. സാധാരണ കറികളൊക്കെ വാങ്ങാൻ നേരത്തല്ലേ നമ്മൾ കറിവേപ്പില ഇടുന്നത്. കറിവേപ്പില നല്ല കിലോന്ന് കുറച്ച് കേൾക്കുമ്പോഴത്തേനും ഇഞ്ചി ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ട് വേണം. എല്ലാത്തിൻ്റെ ഒപ്പം വെള്ളം പറ്റുള്ളൂ. കറിവേപ്പില കൂടുതൽ വന്നാൽ നമുക്ക് നല്ല കറിവേപ്പില കൂടുതൽ കിട്ടുമ്പം ഉണങ്ങി സൂക്ഷിക്കാൻ കേട്ടോ. നല്ല ഡ്രയറിൽ വെച്ച് വെയിലത്ത് വെച്ചോണമെന്നല്ല, പച്ച നിറത്തിൽ തന്നെ കിട്ടും ഉണങ്ങി കഴിയുമ്പോൾ. കറിവേപ്പില ഒക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു കറിവേപ്പിലയുടെ ഒച്ച കേട്ടോ. ക്യാമറ അത്ര അകലെ ആയതുകൊണ്ട് അറിയത്തില്ല, കിലുകിലാന്ന് ഒച്ച കേൾക്കുന്നുണ്ട്. അതാണ് പാകം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് ഓഫാക്കിയിട്ട് കൊടുക്കാം. നല്ല ചൂടുള്ള ചട്ടിയാണ്. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിരുന്നതാണ്. ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർത്തു. ഇത് അച്ചാർ പൊടിയാണ്, 1.5 കിലോ ഉണ്ടല്ലോ, അപ്പോൾ ഒരു 3 സ്പൂണെങ്കിലും വേണം. ഇനി കൊഴുപ്പിന് അല്ലെങ്കിൽ ചാറ് എങ്ങനെ വേണോ അതിനനുസരിച്ച് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഞാൻ അതിൻ്റെ പകുതി ചേർക്കുന്നുണ്ട്, 1.5. ഇനി ഈ മുളകിനുള്ള മീനിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തതാണ്. മുളകിനുള്ള ഉപ്പും ഇനി വിനാഗിരി ചേർക്കാനുള്ളതാണ്, അതും കൂടെ ചേർത്ത് ഇത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ഉപ്പ് കൂടുതൽ വേണേൽ നമുക്ക് പിന്നീടാം. നമുക്ക് ഇതൊന്ന് ഈ പൊടി ഒന്ന് ഇളക്കി എണ്ണയ്ക്കകത്ത് പൊടി കുഴയാൻ മാത്രം എണ്ണ വേണം കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതുണ്ടോ, എണ്ണയ്ക്കകത്ത് പൊടി മൊത്തം നനഞ്ഞിട്ടുണ്ട്. ഈ പൊടി എന്തായാലും ഒരു 6 മാസം ഇരുന്നാലും കേടായി പോകുകയില്ല. ഇതിന് നനയാൻ മാത്രം വിനാഗിരി വേണം. വിനാഗിരി ഒന്ന് തിളച്ചു. ഇനി നമുക്ക് ഈ മീനും കൂടെ ഇളക്കിയിട്ടൊന്ന് ഉപ്പൊക്കെ നോക്കാം. കുറേ അധികം നാൾ വയ്ക്കാനാണ് നമ്മൾ ഈ വിനാഗിരിക്കകത്ത് ജലാംശം മീനിനെ പിടിച്ച് കഴിയുമ്പം ഒന്ന് ചൂടാക്കി ചെറു തീയിൽ കുറച്ച് വിനാഗിരി അല്ല ജലാംശം പറ്റിച്ച് കളയും. ഇത് അത്രയൊന്നും ആ നാട് ഇരിക്കൊന്നുമില്ലല്ലോ, ഉടനെ കൂട്ടി തീർക്കും. അതുകൊണ്ട് നമുക്ക് ഇനി അങ്ങനെ എണ്ണ തെളിയാൻ മാത്രം വെള്ളമൊന്നും പറ്റിക്കണ്ട. അല്ലെങ്കിൽ എണ്ണ തെളിയാൻ മാത്രം വിനാഗിരി ഒന്ന് പറ്റിച്ചാൽ ഒരു വർഷം വേണേലും കേടാകാതിരിക്കും. ഇനി നമുക്കൊന്ന്
ടേസ്റ്റ് നോക്കാം. എരിവുണ്ട്, ഉപ്പുണ്ട്, ഞാൻ പാകത്തിനുണ്ട്. ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം നല്ല കുപ്പിയിലാക്കി വെക്കണം. അതുപോലെ പിള്ളേർക്കൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ കൊടുത്തു വിടണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു വിടാം. അപ്പം നമ്മുടെ മീനച്ചാറിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.